ജ്യോതിഷശാസ്ത്രപ്രകാരം 27 നക്ഷത്രങ്ങളിൽ 8ാമത്തെ നക്ഷത്രമാണ് പൂയം പുഷ്യ. അതീവ ശുഭകരമായ നക്ഷത്രമായാണ് പൂയത്തെ കണക്കാക്കുന്നത്. ഇതിനെ നക്ഷത്രങ്ങളുടെ രാജാവ് എന്നും വിളിക്കാറുണ്ട്. പൂയം നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. അടിസ്ഥാന വിവരങ്ങൾ. രാശി കർക്കടകം. കർക്കടകം രാശിയിൽ പൂർണ്ണമായും നിൽക്കുന്ന നക്ഷത്രം. അധിപൻ പ്ലാനറ്റ് ശനി സാറ്റേൺ. ദേവത ബൃഹസ്പതി ദേവഗുരു. ചിഹ്നം പശുവിന്റെ അകിട് വട്ടം പുഷ്പം. മൃഗം ആട്. പക്ഷി ചകോരം. വൃക്ഷം അരയാൽ. വ്യക്തിത്വ സവിശേഷതകൾ. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ശാന്തസ്വഭാവക്കാരും മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവരുമായിരിക്കും. ദയയുള്ളവർ, മറ്റുള്ളവരുടെ വേദനകളിൽ അലിവാളവരും സേവനതൽപരരുമായിരിക്കും ഇവർ. അച്ചടക്കം. ശനി അധിപനായതിനാൽ ജീവിതത്തിൽ കൃത്യനിഷ്ഠയും അച്ചടക്കവും പാലിക്കാൻ ഇവർ ശ്രദ്ധിക്കും. വിശ്വസ്തത. സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും ഏറെ വിശ്വസ്തത പുലർത്തുന്നവരാണ് പൂയം നക്ഷത്രക്കാർ. ദൈവഭക്തി. ആത്മീയകാര്യങ്ങളിലും മതപരമായ ആചാരങ്ങളിലും ഇവർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടാകും. കുടുംബസ്നേഹം. മാതാപിതാക്കളോടും കുടുംബത്തോടും വളരെയധികം അടുപ്പം കാണിക്കുന്നവരാണ്. ആരോഗ്യവും തൊഴിലും. ആരോഗ്യം. പൊതുവെ ആരോഗ്യവാന്മാരാണെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ദഹനപ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. തൊഴിൽ. അധ്യാപനം, നിയമം, രാഷ്ട്രീയം, കൃഷി, പാചകം, സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കാറുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പൂയം നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം വരാൻ സാധ്യതയുണ്ട്. ഇത് നിയന്ത്രിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നതുവഴി ചിലപ്പോൾ വഞ്ചിക്കപ്പെടാനും സാധ്യതയുണ്ട്. അനുകൂല നക്ഷത്രങ്ങൾ. അനിഴം, ഉത്രട്ടാതി, മകം, മൂലം, അശ്വതി എന്നീ നക്ഷത്രങ്ങളുമായി ഇവർക്ക് നല്ല പൊരുത്തം കാണാറുണ്ട്. ആരാധനയും പരിഹാരങ്ങളും. അരയാൽ പ്രദക്ഷിണം. പൂയം നക്ഷത്രത്തിന്റെ വൃക്ഷം അരയാലായതുകൊണ്ട് ശനിയാഴ്ചകളിൽ അരയാലിന് പ്രദക്ഷിണം വയ്ക്കുന്നത് ഉത്തമമാണ്. മഹാവിഷ്ണു. ശിവഭജനം. വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെയും ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ശിവനെയോ ആരാധിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഈ പൂയം നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസം, വിവാഹം, സാമ്പത്തികം എന്നീ മേഖലകളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ താഴെ നൽകുന്നു. 1. വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ. പൂയം നക്ഷത്രക്കാർ പൊതുവെ പഠനകാര്യങ്ങളിൽ അതീവ താൽപ്പര്യമുള്ളവരാണ്. ഏകാഗ്രത. ശനിയുടെ സ്വാധീനമുള്ളതിനാൽ ഇവർക്ക് കഠിനാധ്വാനം ചെയ്യാനും ഏകാഗ്രതയോടെ പഠിക്കാനും സാധിക്കും. അനുയോജ്യമായ മേഖലകൾ. നിയമം ലോ, രാഷ്ട്രമീമാംസ, അധ്യാപനം, മാനേജ്മെന്റ്, മെഡിക്കൽ എന്നീ മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ കഴിയും. പഠനരീതി. അറിവ് നേടുന്നതിനോടൊപ്പം അത് പ്രായോഗികമായി നടപ്പിലാക്കാനും ഇവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ അലസത കടന്നുകൂടാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. 2. വിവാഹവും കുടുംബജീവിതവും മാരിയേജ് ആൻഡ് ഫാമിലി. കുടുംബത്തോട് അതീവ സ്നേഹവും പ്രതിബദ്ധതയും പുലർത്തുന്നവരാണ് ഇവർ. പങ്കാളി. വിവേകവും വിശ്വസ്തതയുമുള്ള പങ്കാളിയെ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പങ്കാളിയെ അമിതമായി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ് പൂയം നക്ഷത്രക്കാർ. കുടുംബം. സമാധാനപരമായ കുടുംബജീവിതം ഇവർ ആഗ്രഹിക്കുന്നു. കുട്ടികളോട് വളരെയധികം വാത്സല്യമുള്ളവരായിരിക്കും. വെല്ലുവിളികൾ. ചില സമയങ്ങളിൽ പങ്കാളിയോട് അമിതമായ അധികാരം കാണിക്കുന്നത് ചെറിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാം. വിട്ടുവീഴ്ചാ മനോഭാവം പുലർത്തുന്നത് ഗുണകരമാണ്. 3. സാമ്പത്തികം ഫൈനാൻസ്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളും മിതവ്യയം ശീലിച്ചവരുമാണ് ഇവർ. സമ്പാദ്യം. ഭാവിയിലേക്കായി പണം കരുതിവെക്കുന്ന ശീലം ഇവർക്കുണ്ട്. പെട്ടെന്ന് പണക്കാരനാകാൻ കുറുക്കുവഴികൾ തേടാതെ അധ്വാനത്തിലൂടെ സമ്പാദിക്കാൻ ഇവർ താൽപ്പര്യപ്പെടുന്നു. ഉയർച്ച. 33 വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ വലിയ പുരോഗതി സാധാരണയായി കണ്ടുവരുന്നത്. ചെലവ്. ആവശ്യങ്ങൾക്കായി മാത്രം പണം ചിലവഴിക്കുന്നവരാണെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും കുടുംബത്തിന്റെ സന്തോഷത്തിനുമായി പണം ചിലവഴിക്കാൻ ഇവർ മടിക്കാറില്ല. ഉപദേശം. പൂയം നക്ഷത്രക്കാർക്ക് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും സാമ്പത്തികവും തൊഴിൽപരവുമായ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവയ്ക്കാനും ഷെയർ. കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.